ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കൊണ്ടുള്ള ഫിംഗർ റോൾസും കാടമുട്ട സ്റ്റഫ് ചെയ്തെടുക്കുന്ന എഗ് മസാല പൈസുമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ് ഇത് രണ്ടും. ആദ്യം നമുക്ക് സ്നാക്സിനുള്ള മാവ് റെഡിയാക്കാം. ഒരു 2.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തതിന് ശേഷം അല്പം ഓയിലും കൂടി തേച്ച് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ബീഫ് റോളിന് വേണ്ടി 3 മീഡിയം സൈസ് കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ കിഴങ്ങ് നന്നായിട്ട് വെന്തോളും. ഒരു 300 ഗ്രാം ബീഫ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഫില്ലിങ്സിന് വേണ്ടി 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായി വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് നന്നായി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തക്ക പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം തുറന്ന് വെള്ളമുണ്ടെങ്കിൽ നന്നായി വറ്റിച്ചതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് വേവിച്ച് നന്നായി ഉടച്ചെടുത്ത കിഴങ്ങിട്ട് കൊടുക്കാം. ഇനി ബീഫും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് മാവ് പരത്തിയെടുക്കാം. കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിലിട്ട് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു മാവ് നമുക്ക് എഗ് മസാല ബൈസിന് വേണ്ടി മാറ്റിയൊന്ന് അടച്ചു വയ്ക്കാം. ഇതിനെ 2 വലിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഒരു ബോൾ എടുത്ത് നമുക്ക് മാക്സിമം കട്ടി കുറച്ച് വലുതായിട്ട് പരത്തിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പൊടിയിട്ട് ടേബിളിൽ ഒട്ടാതെ സൂക്ഷിച്ച് വേണം പരത്തിയെടുക്കാനായി. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ബീഫ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന സ്റ്റഫിങ് കയ്യിലിട്ടിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ബീഫ് പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റിലേക്ക് ഇതുപോലെ നീളത്തിൽ വെച്ചു കൊടുക്കാം. ഇനി ഷീറ്റ് ഒരു സൈഡിൽ നിന്ന് മടക്കി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുള്ള് കവറായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഷീറ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് അടുത്ത റോളിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി മുറിച്ചെടുത്ത ഈ റോളിൽ അല്പം പൊടി തൂവി ഇതുപോലെ പതിയെ ഒന്ന് ഉരുട്ടി കൊടുക്കണം.
ഒന്ന് ഷേപ്പ് ആവാനും അതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന അറ്റം ഒന്ന് ഒട്ടുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബീഫ് റോൾസ് മുക്കി പൊരിക്കാനായിട്ട് നമുക്ക് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കണം. ഈ ഒരു ബാറ്ററി മുക്കി വറക്കുമ്പോൾ ഫില്ലിങ്സ് എണ്ണയിലേക്ക് ആവാതിരുന്നോളൂ. ബാറ്റർ ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞിരിക്കണം. ഇനി നമുക്ക് റോൾസ് ഓരോന്നായി മാവിൽ മുക്കി വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി എഗ് മസാല ബൈസിന് വേണ്ട കാടമുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. 12 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കോഴിമുട്ട വെച്ച് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മുട്ടയിലേക്ക് വേണ്ട 2 ചെറിയ സവോള അരിഞ്ഞെടുക്കാം. 2 പച്ചമുളക് കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് സവോള വഴറ്റിയെടുക്കാം. സവോള വഴഞ്ഞു തുടങ്ങുമ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളമാണ് ചേർക്കുന്നത്. സവോളയൊന്ന് മയമാവാനായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനെ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. മാറ്റി വെച്ചിരിക്കുന്ന മാവെടുത്ത് ബീഫ് റോളിന് ചെയ്തതുപോലെ തന്നെ നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസാക്കി മുറിച്ചെടുക്കണം. ഇനി ഓരോ പീസിലേക്കും വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും മുകളിൽ മുട്ടയും വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 വശത്തുനിന്നും ഇതുപോലെ മടക്കി മസാല പുറത്തു പോകാതെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സ്നാക്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്സാണ് രണ്ടും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.